പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, മഹോന്നതരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, മഹത്തായ സ്ഥാനത്തിരിക്കുന്ന റസൂലുള്ളാഹിയെ നിങ്ങൾക്ക് അല്ലാഹു അയച്ചു തന്നപ്പോൾ അല്ലാഹു നിങ്ങൾക്ക് വമ്പിച്ച നിഅമത്താണ് ചെയ്തത്. എന്താണ് നിഅമത്ത്? യത്ലു അലൈഹിം ആയാതിഹി, അല്ലാഹുവിന്റെ ആയത്ത് ഓതി കേൾപ്പിച്ചു തരും. വയുസക്കീഹിം, എന്നിട്ടതാ അവരെ ശുദ്ധിയാക്കും. ഇത് ചെറിയ വാചകമാണെങ്കിലും വളരെ വ്യാപകമായ അർത്ഥമുള്ളതാണ്. വർണ്ണിക്കാൻ ഇപ്പോൾ സമയമില്ല. ശിർക്ക്, കുഫ്ർ, കിബ്ർ, ഹസദ്, ഉജ്ബ്, റിയാ, സുംഅത്ത്, ബിദ്അത്ത്, ശഹ്വത്ത്, അങ്ങനെ തുടങ്ങിയ എല്ലാ ദുർഗുണങ്ങളിൽ നിന്നും, എല്ലാ ചീത്ത സ്വഭാവത്തിൽ നിന്നും, എല്ലാ ചീത്ത വിശ്വാസങ്ങളിൽ നിന്നും, വികാരങ്ങളിൽ നിന്നും നിങ്ങളെ ശുദ്ധിയാക്കി സംസ്കരിച്ച് സംസ്കാര സമ്പന്നരാക്കി എടുത്ത് നിങ്ങൾക്ക് പരിപൂർണമായ അവസ്ഥ ഉണ്ടാക്കി തരുന്ന ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്നാണ് ഖുർആൻ പറയുന്നത്. നോക്കൂ, ഈസാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞത് ഓലാമൻ സക്കിയ, അവിടുന്ന് പരിശുദ്ധമായ ആളായിരുന്നു എന്ന് പറഞ്ഞു. എന്നാൽ മറ്റുള്ളവരെ പരിശുദ്ധപ്പെടുത്തുന്ന ആള് അവിടെ പറഞ്ഞിട്ടില്ല. ഇവിടെ അല്ലാഹു പറയുന്നു മറ്റുള്ളവരെ പരിശുദ്ധപ്പെടുത്തുന്ന ആളും കൂടിയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായവരും മറ്റുള്ളവരെ പരിശുദ്ധപ്പെടുത്തുന്നവരും മറ്റുള്ളവരുടെ ഹൃദയം ശുദ്ധിയാക്കുന്നവരും ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥ. അതാണ്. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ വിഷയത്തിലും അവിടുത്തെ കമാൽ. ഇനി ഒന്നുകൂടി പറഞ്ഞ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്ന വിയർപ്പിന്റെ നില എന്താണ് നോക്കൂ. നിങ്ങൾ സാധാരണ മനുഷ്യനാണോ അല്ലാഹുവിന്റെ റസൂല്? സഹോദരങ്ങളെ, ഞാനും നിങ്ങളും വിയർത്ത് അന്ന് കുടിച്ചിട്ടില്ലെങ്കിൽ വിയർപ്പിന് വാസന തുടങ്ങിപ്പോയി, ദുർഗന്ധ വാസന വരാൻ തുടങ്ങി. അതേ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ വിയർപ്പ്. عن أنس رضي الله عنه ما شممت عنبرا قط ولا مسكا ولا شيئا أطيب من ريح رسول الله صلى الله عليه وسلم. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ആ വിയർപ്പിന്റെ വാസന ആംബറോ കസ്തൂരിയോ മറ്റ് സുഗന്ധ വാസനകളോ ഒന്നും അതുപോലെയല്ല. അതിനേക്കാളും എത്രയോ അധികം വാസനയുള്ളതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാസനയെന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്നു. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം, അനസിൻ റളിയല്ലാഹു അൻഹു കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹറൽ ലൗനി കഅന്ന അർഖഹുൽ ലുഅ്ലു ഇദാ മശാ തകഫഅ വലാ മസ്സതുഹു ദീബാജത്തുൻ വലാ ഹരീറത്തുൻ വലാ മസിസ്തു ദീബാജത്തൻ വലാ ഹരീറത്തൻ അല്യന മിൻ കഫി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാ ശമിംതു മിസ്കതൻ വലാ അംബറതൻ അത്യബ മിൻ റായിഹത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ വാസനയേക്കാൾ വാസനയുള്ള ഒരു കസ്തൂരി എനിക്ക് കാണാൻ സാധ്യമായിട്ടില്ല, ഒരു അംബർ കാണാൻ സാധ്യമായിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ എത്രയോ മാർദ്ദവമുള്ളതും എത്രയോ മയമുള്ളതുമായിരുന്നു എന്ന് കാണാവുന്നതാണ്. അങ്ങനെ തുടങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈ കൊണ്ട് ഒരാളെ പിടിച്ചാൽ അതുകൊണ്ട് വാസനയുണ്ടായിരുന്നു. കാനത്ത് കഫു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്യന മിനൽ ഹരീർ. റസൂലുള്ളാഹിന്റെ കൈ ഏറ്റവും മയമുള്ളതാണ്, മാർദ്ദവമുള്ളതാണ് പട്ടിനേക്കാൾ. ഫകഅന്ന കഫഹു കഫു അത്താരിൻ മസ്ഹാ ബിതീബ്. റസൂലുള്ളാഹിന്റെ കൈ തൊട്ട് കഴിഞ്ഞാൽ ആ കൈയിൽ നിന്ന് അത്തറിന്റെ വാസന ഉണ്ടാകുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ പിടിച്ചാൽ യുസാഫിഹുൽ മുസാഫിഹു റസൂലുള്ളാഹിന്റെ കൈ പിടിച്ച ഒരാൾ മുസാഫഹത്ത് ചെയ്താൽ അന്ന് മുഴുവനും നോക്ക്. ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ മുന്തിയ അത്തർ പുരട്ടിയാൽ 5 മിനിറ്റ് കൊണ്ട് അതിന്റെ വാസന നഷ്ടപ്പെട്ടു പോയി എങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ചാൽ അന്നത്തെ ദിവസം മുഴുവനും അത്തറിന്റെ വാസനയുണ്ടായി. ചെറിയ കുട്ടികളുടെ തലയിൽ അല്ലാഹുവിന്റെ റസൂല് കൈവെക്കും. ഫയുറഫു മിൻ ബൈനി സിബിയാനി ബിരിഹാ റവാഹുൽ ബൈഹഖി. ഒരു കുട്ടിയുടെ തലയിൽ അല്ലാഹുവിന്റെ റസൂൽ കൈവച്ചാൽ
ആ കുട്ടി മറ്റുള്ള കുട്ടികളുടെ ഇടയിൽ നിൽക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൈവച്ചതിൻ്റെ പേരിലുണ്ടായ സുഗന്ധവാസന കൊണ്ട് മറ്റെല്ലാ കുട്ടികളിൽ നിന്നും വേർതിരിഞ്ഞുകൊണ്ട് വാസനിക്കപ്പെടാറുണ്ടായിരുന്നു, അറിയപ്പെടാറുണ്ടായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖി ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാവുന്നതാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏതു നിലക്കും നമുക്ക് പ്രിയം വെക്കൽ നിർബന്ധമാകുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്ത് പ്രിയം വെച്ചത് എങ്ങനെയായിരുന്നു? നിങ്ങൾ നോക്ക്, അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, കൈഫ കാന ഹുബ്ബുക്കും ലിറസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾ എങ്ങനെയായിരുന്നു പ്രിയം വെച്ചത്? ഖാല കാന വല്ലാഹി അഹബ്ബ ഇലൈനാ മിൻ അംവാലിനാ വ ഔലാദിനാ വ ആബാഇനാ വ ഉമ്മഹാതിനാ വ മിനൽ മാഇൽ ബാരിദി അലല്ലാഹ്. ദാഹിക്കുന്നു, വിശന്ന് ദാഹിച്ച് വലയുന്ന സമയത്ത് പച്ചവെള്ളത്തോട് എത്ര പ്രിയമുണ്ടോ അതിനേക്കാളും, അതുപോലെ മാതാപിതാക്കളെക്കാളും ഉമ്മമാരെക്കാളും പാപ്പമാരെക്കാളും മക്കളെക്കാളും ഭാര്യമാരെക്കാളും എല്ലാ വസ്തുക്കളെക്കാളും റസൂലുള്ള ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു എന്ന് അലി റളിയല്ലാഹു അൻഹു പറയുന്നു. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അവിടുത്തെ സ്ഥിതി പിന്നെ പറയേണ്ടതുമില്ലല്ലോ. നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഏറ്റവും അടുത്ത സ്വഹാബിയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ ഒരു തുലാസിന്റെ ഒരു തട്ടിൽ വെച്ച് മറ്റുള്ളവരുടെ ഈമാൻ മറ്റേ തട്ടിലും വെച്ചു. അമ്പിയാക്കളെ കഴിച്ചിട്ട് എല്ലാവരുടെയും ഈമാൻ ഒരു തുലാസിന്റെ ഒരു തട്ടിലും, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ മറ്റേ തട്ടിലും വെച്ചാൽ അബൂബക്കർ സിദ്ദീഖിന്റെ ഈമാൻ ഘനമാകുന്നു. എന്താണ് അത്? അവിടുന്ന് നിസ്കരിച്ചത് കൊണ്ടോ, അവിടുന്ന് നോമ്പ് പിടിച്ചത് കൊണ്ടോ, അവിടുന്ന് ഹജ്ജ് ചെയ്തത് കൊണ്ടോ അല്ല കേട്ടോ. വലാകിൻ ബിശൈഇൻ ഉഖിറ ഫീ ഖൽബിഹി മിൻ മഹബ്ബത്തില്ലാഹി വറസൂലിഹി, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും പ്രിയം വെക്കുക എന്ന മഹബ്ബത്ത് അബൂബക്കർ സിദ്ദീഖിന്റെ ഹൃദയത്തിൽ വർദ്ധിച്ചു പോയി, സ്ഥിരമായി പോയി, രൂഢമൂലമായി പോയി. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഒന്നാമത്തെ ഖലീഫയാക്കിയത്, അവിടുന്ന് അങ്ങേയറ്റം മഹബ്ബത്ത് വെച്ചത്. അതുകൊണ്ടാണ് ഹിജ്റയുടെ സമയത്ത് റസൂലുള്ളാഹിന്റെ സാഹിബായി കൊണ്ട് നടന്നത്. ങ്ങൾ വളരെ അധികം ഉണ്ട്. ഹിറാ പർവ്വത ഗുഹയിൽ അല്ല, സൗറിൽ കടക്കുന്ന സമയത്ത് റസൂലുള്ളാഹിയെ ആദ്യമായി കടക്കാൻ സമ്മതിച്ചില്ല. ആദ്യമായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്തു? ആ ഗുഹയുടെ അന്തർഭാഗത്തുള്ള എല്ലാ ഓട്ടകളും പാമ്പിൻ്റെയും തേളിൻ്റെയും മടകൾ അടച്ചു. അതിനുശേഷം അത് വൃത്തിയാക്കി റസൂലുള്ളാഹിയെ അങ്ങോട്ട് കടത്തുകയാണ്. എന്നിട്ട് അവിടുത്തെ മടിയിൽ തലവെച്ച് ഇരുത്തുകയാണ്. ഒരു ഗുഹ മാത്രം, ഒരു ദ്വാരം മാത്രം അവശേഷിച്ചത് തൻ്റെ കാലുകൊണ്ട് അടച്ചു പിടിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പാമ്പ് കടിക്കരുത്, തേള് കുത്തരുത്, മറ്റൊന്നും ഉപദ്രവിക്കരുത് എന്ന് കരുതിയിട്ടതാ അവിടുന്ന് കാല് വെച്ച് കൊടുക്കുകയാണ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഅ്മിനീങ്ങൾക്ക് അവരുടെ നഫ്സിനേക്കാൾ ഏറ്റവും ബന്ധപ്പെട്ടതാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ച ഈ അടിസ്ഥാനത്തിൽ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അധികമായി പ്രിയം വെച്ചു. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ സ്ഥാനം അവിടത്തേക്ക് ഉണ്ടായി. രണ്ടാമത്തെ ആൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഉമറെ, എന്നെ നീ പ്രിയം വെക്കണം, എല്ലാ വസ്തുവിനേക്കാളും പ്രിയം വെക്കണം, എങ്കിൽ മാത്രമേ നിനക്ക് പരിപൂർണ മുഅ്മിനാവാൻ കഴിയുകയുള്ളൂ. ആദ്യം അവിടുന്ന് പറഞ്ഞു, എൻ്റെ നഫ്സിനോടാണ് എനിക്ക് പ്രിയം, പക്ഷേ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് സമ്മതിച്ചില്ല. നീ സ്വന്തം നഫ്സിനെക്കാളും എന്നെ പ്രിയം വെക്കണമെന്ന് പറഞ്ഞപ്പോൾ ഉഹിബ്ബുക അൻ കുല്ലി ഷൈഇൻ വഅൻ നഫ്സി യാ റസൂലല്ലാഹ്, എൻ്റെ നഫ്സിനെക്കാളും മുഴുവൻ വസ്തുക്കളെക്കാളും അങ്ങേ ഞാൻ പ്രിയം വെക്കുന്നു നബിയേ എന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ചിന്തിക്കുക. അതുകൊണ്ട് തന്നെയാണ് വാഫഖ്തു റബ്ബി ഫീ സലാസിൻ, എന്റെ റബ്ബിനോട് ഞാൻ 3 കാര്യത്തിലൊത്ത്, അല്ലെങ്കിൽ വാഫഖനി റബ്ബി, എന്റെ റബ്ബ് എന്നോട് 3 കാര്യത്തിലൊത്തു എന്ന് പറഞ്ഞിട്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, 3 കാര്യം ഞാൻ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ നിലക്ക് കൊണ്ടുവന്നു. 1 മഖാം ഇബ്രാഹിം, അതൊരു മുസല്ലയായി പ്രത്യേകമായി നിശ്ചയിച്ചെങ്കിൽ നന്നായിരുന്നു നബിയെ എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു ഫഅൻസലല്ലാഹു തആല ഖൗലഹു ഫത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിം മുസല്ലാ, മഖാം ഇബ്രാഹിമിനെ മുസല്ലയാക്കണമെന്ന കൽപ്പന അല്ലാഹു ഇറക്കുന്നു ഉമർ ഇബ്നു ഖത്താബിന്റെ അഭിപ്രായം അനുസരിച്ച്. രണ്ടാമതായി സ്ത്രീകൾ അവരുടെ പർദ വന്നതിന്റെ ശേഷവും പർദകൾ ധരിച്ചുകൊണ്ടും വെളിയിൽ പോകാൻ പാടില്ല. പർദ ധരിച്ചു തന്നെയും വെളിയിൽ പോയാൽ നാശങ്ങൾ ഉണ്ടാകും. വളരെ അനിവാര്യമായ ഘട്ടത്തിൽ പോകാമെങ്കിലും അവർ പുറത്തു പോകുന്നത് കൊണ്ട് നാശമുണ്ടാകും. ആകയാൽ സ്ത്രീകളെ തടയണം എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അല്ലാഹു അതാ വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഉലാ, ഓ മുഅ്മിനാത്തുകളെ, സഹോദരികളെ, നിങ്ങൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കണം. സഹോദരിമാർ അവരുടെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കണം. അവർ രംഗപ്രവേശനം ചെയ്യരുത് എന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് അല്ലാഹു തആല ഇറക്കി. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം നേരത്തെ ഉണ്ടാവുകയും അതനുസരിച്ച് അല്ലാഹു ഇവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തു. 2 കാര്യം. മൂന്നാമത്തത് അസാ റബ്ബുഹു ഇൻ തല്ലഖകുന്ന എന്ന ആയത്ത്, അതേ ആയത്തിൽ പറഞ്ഞ പദങ്ങൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഒരക്ഷരത്തിനും വ്യത്യാസമില്ലാതെ അല്ലാഹു ആയത്തിറക്കുന്നു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമർ ഇബ്നു ഖത്താബിന്റെ അഭിപ്രായത്തോടൊത്തുകൊണ്ട് വഹിയിറക്കുന്നു. അൽ ഹഖ്ഖു യൻതിഖു അലാ ലിസാനി ഉമർ ഖാല റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഉമറിന്റെ നാവിലൂടെ സത്യം മാത്രമാണ് വരുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അത്രയും അധികം മഹത്വം കിട്ടാൻ കാരണം അവിടുത്തെ മഹബ്ബത്താണ് കേട്ടോ. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബിനെ ശൈത്താൻ പേടിക്കുന്നു. ഇദാ സലക ഉമർ ഫീ ഫജ്ജിൻ സലക ശൈത്താൻ ഫീ ഫജ്ജിൻ ആഖറ, ഉമർ ഒരു വഴിയിലേക്ക് കടന്നാൽ ശൈത്താൻ മറ്റൊരു വഴിയിലേക്ക് കടന്നു പോകും. എന്തുകൊണ്ടാണ്? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അങ്ങേ അറ്റത്തെ മഹബ്ബത്തിന്റെ കാരണം കൊണ്ടാണ്. ഉമർ ഇബ്നു ഖത്താബ് റസൂലുള്ളാഹിനെ മഹബ്ബത്ത് വെച്ചത് കൊണ്ട് അവിടത്തേക്ക് സ്ഥാനം ലഭിച്ചു പോയി. മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ ഇബാദത്ത് ചെയ്യുക, കൽപ്പിച്ചത് സ്വീകരിക്കുക എന്ന് അല്ല എന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞുവല്ലോ. റസൂലുള്ളാഹി പറഞ്ഞത് മുഴുവനും സ്വീകരിച്ച് നടന്നതുകൊണ്ട് റസൂലുള്ളാഹിനോട് മഹബ്ബത്ത് വെച്ചു എന്ന് പറയാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഉസ്താദ് പറയുന്നത് മുഴുവനും, കോളേജിൻ്റെ നിയമം മുഴുവനും ആ കോളേജിലുള്ള വിദ്യാർത്ഥികൾ സ്വീകരിച്ചത് കൊണ്ട് ഈ വിദ്യാർത്ഥികൾ ഉസ്താദിനെ പ്രിയം വെച്ചു എന്ന് പറയാൻ കഴിയില്ല. നേരെ മറിച്ച് മഹബ്ബത്ത് അത് ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള മറ്റൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും ചെയ്തതുകൊണ്ട് മാത്രം അവന് മഹബ്ബത്തുള്ളവനാവുകയില്ല. അല്ലാഹു പറയുന്നത് കേട്ടോ, ഫല്ലദീന ആമനൂ ബിഹി വഅസ്സറൂഹു വനസറൂഹു വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ശ്രദ്ധിച്ചു നോക്കൂ.
അള്ളാഹു പറയുന്നു ഫല്ലദീന ആമനൂ ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിച്ചവർ, വഅസ്സറൂഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തവർ, വനസറൂഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിച്ചവർ, വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു, നബി ചര്യയോട് പിൻപറ്റുകയും ചെയ്തവർ, ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരത്രേ വിജയികൾ. അപ്പോൾ ഇവിടെ വിജയികളാവാൻ 4 കാരണങ്ങളാണ് അല്ലാഹു പറഞ്ഞത്. അതിൽ 4ാമത്തെ കാര്യമാണ് അനുചരന്മാർ റസൂലുള്ളാഹിന്റെ ചര്യയെ പിൻപറ്റുക എന്നത്. അതുകൊണ്ട് തീർച്ചയായും റസൂലുള്ളാഹിനെ പിൻപറ്റാതെ കഴിയില്ല. പക്ഷേ റസൂലുള്ള കൊണ്ടുവന്ന ചര്യകൾ പിൻപറ്റി എന്നതുകൊണ്ട് മാത്രം അവൻ മുഹിബ് ആവുകയില്ല, അവൻ വിജയിയാവുകയില്ല. വിജയിയാവണമെങ്കിൽ റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കണം, റസൂലുള്ളാഹിനെ മഹബത്ത് വെക്കണം, റസൂലുള്ളാഹിനെ പ്രിയം വെക്കണം, റസൂലുള്ളാഹിനെ ബഹുമാനിക്കണം, റസൂലുള്ളാഹിനെ ആദരിക്കണം. ഇത് ചെയ്യുമ്പോൾ മാത്രമേ അവൻ റസൂലുള്ളാഹിനെ അനുസരിച്ചത് കൊണ്ട് ഫലം ഉള്ളൂ. സ്വാഭാവികമായും ആരെങ്കിലും റസൂലുള്ളാഹിനെ പ്രിയം വെച്ച് കഴിഞ്ഞാൽ അവർ റസൂലുള്ളാഹിനെ അനുസരിക്കും എന്നുള്ളത് ശരിയാണ്. കവി പറഞ്ഞു തഅസില്ലില്ലാഹ വഅൻത തുളിറു ഹുബ്ബഹു ഹാദാ ലഅംരി ഫിൽ ഖിയാസി ബദിഉ ലൗ കാന ഹുബ്ബുക സ്വാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. തഅസില്ലില്ലാഹ, നീ അല്ലാഹുവിനെ മറുകാണിക്കുന്നു, വഅൻത തുളിറു ഹുബ്ബഹു, നീ അല്ലാഹു തആലാനോട് ഹുബ്ബ് ഉണ്ട് എന്നിങ്ങനെ വെളിവാക്കുന്നു. അതൊരിക്കലും ശരിയല്ല. അത് ഖിയാസിൽ നിന്നും വളരെ വിട്ടുപോയതാണ്. ലൗ കാന ഹുബ്ബുക സ്വാദിഖൻ ലഅതഅതഹു, നിന്റെ ഹുബ്ബ് അത് ശരിയായതാണ് എങ്കിൽ ഇന്നൽ മുഹിബ്ബ, തീർച്ചയായും നീ അല്ലാഹുവിന് വഴിപ്പെടും. ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ, മുഹിബ്ബ് അവന്റെ മുഹിബ്ബിന് വഴിപ്പെടും. തീർച്ചയാണ് ഒരാൾ മറ്റൊരാളെ പ്രിയം വെക്കുന്നുവെങ്കിൽ ആ പ്രിയം വെക്കുന്ന ആൾക്ക് വഴിപ്പെടുമെന്നത് ശരിയാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രിയം വെക്കുന്നവൻ റസൂലുള്ളാഹിക്ക് വഴിപ്പെടും. റസൂലുള്ളാഹിക്ക് വഴിപ്പെടുന്നവനെല്ലാം റസൂലുള്ളാഹിനെ പ്രിയം വെച്ചവൻ അല്ല. അത് പോലീസിന് വേണ്ടി പ്രിയം വെക്കും, പോലീസിന് വേണ്ടി ചിലപ്പോൾ വഴിപ്പെടും, പേടിച്ചിട്ട് വഴിപ്പെടും. ഉസ്താദന്മാരെ അടിക്കൂന്ന് വെച്ചിട്ട് വഴിപ്പെടും, പോലീസുകാരെ അടിക്കുമെന്ന് പേടിച്ചിട്ട് ചിലപ്പോൾ പോലീസിന് വഴിപ്പെടും. അതുകൊണ്ട് പ്രിയമുണ്ടായി എന്നർത്ഥമില്ല. ആകയാൽ പ്രിയം എന്ന് പറയുന്നത് അത് വേറെ ഒന്നാണ്, വഴിപ്പെടൽ മറ്റൊന്നാണ്. റസൂലുള്ളാഹിനെ വഴിപ്പെടാതെ സാധ്യമല്ല. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ പ്രിയം വെക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നോട് അനുഗമിക്കണം എന്ന് നബിയെ തങ്ങൾ പറയുക. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അല്ലാഹു തആലാനെ പ്രിയം വെക്കുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇത്തിബാഅ് ചെയ്യണം, റസൂലുള്ളാഹിനെ അനുസരിക്കണം, റസൂലുള്ള പറയുന്നത് കേൾക്കണം, അതനുസരിച്ച് നടക്കണം. അത് വേറെയാണ്. ഞാനിവിടെ പറഞ്ഞത് ഒരാൾക്ക് മഹബത്ത് ഇല്ലാതെയും വഴിപ്പെടൽ സാധ്യമാകും. വഴിപ്പെട്ടത് കൊണ്ട് മഹബത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതാണ് ഖുർആൻ പഠിപ്പിച്ചത്. ഫല്ലദീന ആമനൂ വഅസ്സറൂഹു വനസറൂഹു വത്തബഉൻ നൂറല്ലദീ ഉൻസില മഅഹു ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. 4 കാര്യം: ഈമാനും തഅദീമും തൗഖീറും നുസ്റത്തും. ഈ കാര്യങ്ങൾ ഉണ്ടായതോട് കൂടെ അതിനുശേഷം റസൂലുള്ളാഹിനെ അനുസരിക്കണം, അവിടുന്ന് പറഞ്ഞത് സ്വീകരിക്കണം. എങ്കിൽ മാത്രമേ അവൻ യഥാർത്ഥ വിജയികളിൽ പെടുകയുള്ളൂ എന്ന്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത് നമ്മുടെ ഹൃദയത്തിൽ എല്ലാ സമയത്തും എല്ലാ വസ്തുവിനേക്കാളും അധികമായി ഉണ്ടാവണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുതഅല്ലിമീങ്ങളെ, സുഹൃത്തുക്കളെ, എല്ലാവരും ചിന്തിക്കണം. പ്രിയം ഉണ്ട് എന്ന് പറഞ്ഞാൽ, എന്റെ പിതാവിനോട് എനിക്ക് പ്രിയമുണ്ട് എന്ന് മകൻ പറയുന്നു. പിതാവിനെ അടിക്കുകയും കുത്തുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരാളെ ഇവൻ വാരിപ്പുണരുകയും ചെയ്യുന്നു എങ്കിൽ
ഇവൻ പറയുന്നത് ശരിയല്ല, പിതാവിനോട് പ്രിയമില്ല എന്നത് തീർച്ചയാണ്. അതുപോലെ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെക്കുന്നു എന്ന് പറയുകയും എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിക്കുന്നവനെയും റസൂലുള്ളാഹിനെ തരം താഴ്ത്തി പറയുന്നവനെയും റസൂലുള്ള സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവരെയും എല്ലാം വാരിപ്പിടർന്നാൽ, അവനെ സ്വാഗതം ചെയ്താൽ, അവനെ സ്വീകരിച്ചാൽ ഒരിക്കലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെച്ചവനാവുകയില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായും അല്ലാഹുവിൻ്റെ റസൂലിനെ മഹബ്ബത്ത് വെക്കുക അത് നിർബന്ധമാണ്. എങ്കിൽ ആ മഹബ്ബത്തുള്ളവൻ അല്ലാഹുവിൻ്റെ റസൂലിനെ അങ്ങേയറ്റം ബഹുമാനിക്കുകയും റസൂലുള്ളാഹിനെ ആദരിക്കുകയും റസൂലുള്ളാഹിനെ ആദരിക്കാത്ത ബഹുമാനിക്കാത്ത ആളുകളോട് കടുത്ത വെറുപ്പ് അവൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവുകയും ചെയ്യുക, അവരോട് സ്നേഹമില്ലാതെ ഇരിക്കുക, ഇത് ഈമാനിൻ്റെ ഘടകമാകുന്നു എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി ഞാൻ ചുരുക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനുകൾ, സഹോദരന്മാർ, മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്തിന് ഉണ്ടായിരുന്ന എത്രയെത്ര മഹബ്ബത്തുകളുടെ തെളിവുകളാണ് പരിശുദ്ധ ഖുർആനും ഹദീസുകളും നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളെ നമുക്ക് കാണാവുന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് സഹാബത്ത് മനസ്സിലാക്കിയത് ഒരു സാധാരണ മനുഷ്യനായിട്ടല്ല, ഒരു സാധാരണ നബിയായിട്ടല്ല, ഒരു സാധാരണ റസൂലായിട്ടല്ല, അതിനേക്കാളുമൊക്കെ ഉപരിയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് സഹാബത്ത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യനല്ല എന്ന് പറഞ്ഞത് അവിടുത്തെ ഇൽമു കൊണ്ട് മാത്രമല്ല, അവിടുത്തെ തഖ്വ കൊണ്ട് മാത്രമല്ല, അവിടുത്തെ ബുദ്ധി കൊണ്ട് മാത്രമല്ല, എല്ലാ വിധത്തിലും അവിടുന്ന് സാധാരണ മനുഷ്യനല്ല. അവിടുത്തെ മുടി സാധാരണ മനുഷ്യൻ്റെ മുടിയല്ല, അവിടുത്തെ തുപ്പിനീര് സാധാരണ മനുഷ്യൻ്റെ തുപ്പിനീരല്ല, അവിടുത്തെ രക്തം സാധാരണ മനുഷ്യൻ്റെ രക്തമല്ല, അവിടുത്തെ ഒരു സാധനവും സാധാരണ മനുഷ്യൻ്റേത് അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് നിങ്ങൾക്കറിയാം, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഇമാം മുസ്ലിം സഹീഹിൽ ഉദ്ധരിച്ച ഹദീസിൽ വ്യക്തമായി കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട തലയിൽ നിന്ന് മുടി നീക്കം ചെയ്യിപ്പിച്ചു ഹജ്ജത്തുൽ വദാഇൽ. അതിൻ്റെ വലഭാഗത്തെ മുടി ആദ്യമായി എടുത്തു, അത് അബൂ തൽഹത്തുൽ അൻസാരിയുടെ കയ്യിൽ കൊടുത്തു. രണ്ടാമതായി ഇടഭാഗത്തേതും എടുത്തു, അതും കൊടുത്തു. അതിനുശേഷം പറഞ്ഞു, വലഭാഗത്തെ മുടിയിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഇഖ്സിംഹു ബൈനന്നാസ്, വലഭാഗത്തെ മുടി മനുഷ്യർക്ക് വിഭജിച്ച് കൊടുക്കണം, ഓഹരി ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു ഫവസ്സഅഹു ഖത്അതൻ ഔ ഖത്അതൈൻ, ഒരു കഷ്ണവും രണ്ട് കഷ്ണവുമായി മുറിച്ചുകൊണ്ട് വിഭജിച്ചുകൊണ്ട് 1,40,000 പരം വരുന്ന സ്വഹാബികൾക്കിടയിൽ വിതരണം ചെയ്തു എന്ന് പറഞ്ഞാൽ ഇത് അനിസ്ലാമികമല്ല, ഇത് ഇസ്ലാം മതമാണ്. സ്വാലിഹീങ്ങളുടെ മുടി കൊണ്ട് തബറുക്ക് ചെയ്യുക, റസൂലുള്ളാഹിയുടെ മുടി കൊണ്ട് ബർക്കത്തെടുക്കുക എന്നത് അത് ഇസ്ലാമികമാണ്, അനിസ്ലാമികമല്ല എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി, ആ മുടി കൊണ്ടുള്ള ബർക്കത്തെടുക്കൽ, അവിടുത്തെ ഉമിനീര് കൊണ്ടുള്ള ബർക്കത്തെടുക്കൽ, അവിടുത്തെ വിയർപ്പ് കൊണ്ടുള്ള ബർക്കത്തെടുക്കൽ, മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയും അതുപോലെ തന്നെ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയും എല്ലാം റസൂലുള്ളാഹിന്റെ വിയർപ്പ് അവിടെ നിന്ന് ഉറങ്ങുന്ന സമയത്ത് കടലക്കൻ്റെ മണി പോലെ വലിയ വിയർപ്പ് വരാറുണ്ടായിരുന്നു. ആ വിയർപ്പിൻ്റെ തുള്ളികൾ കുപ്പിയിലാക്കി നിറക്കുകയും അത് സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഇത് അത്തറായി ഉപയോഗിക്കുവാനും ബർക്കത്തെടുക്കാനുമാണ് എന്ന് പറഞ്ഞ ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനെ അത്തറിൻ്റെ വാസനയുള്ളതുമാണ്, ബർക്കത്തെടുക്കാൻ പറ്റിയതുമാണ് റസൂലുള്ളാഹിന്റെ വിയർപ്പ് എന്ന് നമുക്ക് ഹദീസ് കൊണ്ട് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുടി കൊണ്ട് ബർക്കത്തെടുത്തു, അവിടുത്തെ വിയർപ്പ് കൊണ്ട് ബർക്കത്തെടുത്തു, അവിടുത്തെ രക്തം കൊണ്ട് ബർക്കത്തെടുത്തു, അവിടുത്തെ എല്ലാ സാധനങ്ങൾ കൊണ്ടും ബർക്കത്തെടുത്തു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആധാറുകൾ കൊണ്ട് ബർക്കത്തെടുക്കുക അത് ഈമാനിൻ്റെ അടയാളമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഹുദൈബിയ സന്ധി നടക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കാൻ ഖുറൈശികൾ ആളെ വിട്ടു. തിരിച്ചു ചെന്നിട്ട് പറഞ്ഞതെന്താണ്? ആ റസൂലുള്ളാഹിനെ അവരുടെ അനുയായികൾ ധാരാളം പ്രിയം വെക്കുന്നു,
എന്ന് പറഞ്ഞതിൻ്റെ ശേഷം പറയുന്നു, കൈസറിൻ്റെയും കിസ്രയുടെയും അനുയായികളെ ഞാൻ കണ്ടിട്ടുണ്ട്, അവരാരും ഇങ്ങനെ മുഹമ്മദിനെ അനുയായികൾ പ്രിയം വെക്കുന്നത് പോലെ പ്രിയം വെക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ ഹദീസിൻ്റെ കൂട്ടത്തിൽ കാണാം, ഓ മുഹമ്മദ് നബി ഒതുവെടുക്കുന്നുവെങ്കിൽ ഒതുവിൻ്റെ വെള്ളം ഭൂമിയിലേക്ക് വീഴാൻ സഹാബികൾ അനുവദിച്ചിരുന്നില്ല. അതുപോലെ ആ മുഹമ്മദ് തുപ്പുകയാണെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തുപ്പ് നീര് അത് പുറത്തേക്ക് ഭൂമിയിലേക്ക് വീഴാൻ സഹാബികൾ അനുവദിച്ചിരുന്നില്ല. അവർ കൈ കാണിച്ചു കൊടുക്കുകയും കൈയിൻ്റെ അടിയിലേക്ക് അത് ഏറ്റുവാങ്ങുകയും ചെയ്തിട്ട് അത് ശരീരത്തിൽ പുരട്ടുകയും ഒരാൾക്ക് കിട്ടിയില്ലെങ്കിൽ കിട്ടിയ ആളിൽ നിന്ന് മറ്റേ ആൾ തൊട്ട് പുരട്ടുകയും ചെയ്യുന്നു എന്ന് അവിടെ വിവരിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് വെക്കുന്നു എന്നതിൻ്റെ അടയാളമായി അവിടെ ബുഖാരിയിൽ വിവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിന്റെ ആധാറുകൾ കൊണ്ട് ബർക്കത്തെടുക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിക്കുന്നതിൻ്റെ പ്രത്യേകമായ അടയാളത്തിൽപ്പെട്ടതാകുന്നു എന്ന് മാത്രം ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഒരു നീണ്ട പരിപാടിയിലൂടെ സംസാരിക്കുന്ന പക്ഷം 3, 4, 5 ദിവസം സംസാരിച്ചാലും അള്ളാഹുവിൻ്റെ റസൂലിനെ സംബന്ധിച്ച് സംസാരിച്ച് തീർക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇൻഷാ അള്ളാ അടുത്ത് തന്നെ ഒരു ദിവസവും കൂടി നമുക്ക് സംസാരിക്കാം. റസൂലുള്ളാഹിന്റെ മഹബത്തിനെ സംബന്ധിച്ച് എവിടെയും പറഞ്ഞു എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. അൽ ഹഖീഖത്തുൽ മുഹമ്മദിയ്യ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖീഖത്ത് അത് വലിയ ആഴമേറിയ ബഹറാകുന്നു എന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ലേ. ആ ആഴമേറിയ ബഹറിലേക്ക് കടക്കാൻ ലാ യസ്തതിഉ അഹദുൻ അൻ യഗൂസ ഫീ ഉംഖി ബഹരിഹി, റസൂലുള്ളാഹിന്റെ ബഹറിന്റെ ഉള്ളിലേക്ക് കടക്കാൻ ഒരു മനുഷ്യരും സാധ്യമല്ല. അത്രയും വലിയ ആഴമേറിയ ബഹറാണ്. അത്രയും വലിയ കടലിന്റെ ഉള്ളിലേക്ക് കടക്കാൻ നമുക്ക് സാധ്യമല്ല. പക്ഷേ സാധുക്കളായ നമ്മുടെ ദോഷം പുറത്തു കിട്ടാൻ, നമ്മുടെ ഈമാൻ വർദ്ധിക്കുവാൻ, നമുക്ക് 2 ലോകത്തും രക്ഷപ്പെടാനുള്ള മാർഗമായി നമ്മുടെ അറിവ്, ചെറിയ തുച്ഛമായ അറിവിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയതിൽ നിന്ന് ഒരു ചെറിയ ഭാഗം നമ്മളിതാ വിവരിക്കുന്നു. അർഹമുറാഹിമായ റബ്ബ് ആ റസൂലുള്ളാഹിനോടുള്ള മഹബത്തിന്റെ ആ അഹ്ലുകാര കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും പെടുത്തുമാറാകട്ടെ. അഖില ലോകത്തിനും റഹ്മത്തായിട്ട് തങ്ങൾ മാത്രമാണ് അയക്കപ്പെട്ടത്. തങ്ങൾ റഹ്മത്തായിട്ടല്ലാതെ അയക്കപ്പെട്ടിട്ടില്ലെന്ന് ഖുർആൻ പറഞ്ഞ, നമ്മൾ അയച്ചിട്ടില്ലെന്ന് ഖുർആൻ പഠിപ്പിച്ച ആ മഹത്തായ ആയത്തിന്റെ വെളിച്ചത്തിൽ ബഹുമാനപ്പെട്ട ഇമാം സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ വിളിച്ച് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? യാ റഹ്മത്തല്ലാഹി ഇന്നി ഖായിഫുൻ വജിലു യാ നിഅമത്തല്ലാഹി ഇന്നി മുഫ്ലിസുൻ അനീ. യാ റഹ്മത്തല്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തായ നബിയേ, ഇന്നി ഖായിഫുൽ വജിലു, ഞാൻ വളരെയധികം ഭയപ്പെടുന്നു നബിയേ, വളരെ പേടിക്കുന്നു നബിയേ. ഞാൻ അങ്ങേയറ്റം കൈവലഞ്ഞവനാണ്, എന്റെ കയ്യിലൊന്നുമില്ല. വലൈസ ലീ അമലുൻ അൽഖൽ അലീമ ബിഹി സിവാ മഹബ്ബതികൽ ഉദ്മാ വൈമനി. അലീമായ അള്ളാഹുവിനെ നേരിടാൻ, അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലാൻ, വലൈസ ലീ അമലുൻ അൽഖൽ അലീമ ബിഹി, അള്ളാഹുവിന്റെ സന്നിധാനത്തിലേക്ക് ചെല്ലാൻ എന്റെ കൈവശത്തിൽ ഒരു അമലുമില്ല. സിവാ മഹബ്ബതികൽ ഉദ്മാ വൈമാനി, ഓ മഹബൂബായ നബിയേ, അങ്ങയോടുള്ള മഹബ്ബത്തല്ലാതെ, അങ്ങയെ കൊണ്ടുള്ള ഈമാനല്ലാതെ എന്റെ കയ്യിൽ അമലൊന്നുമില്ല. ഞാൻ വളരെ പാപിയാണ്. അതുകൊണ്ട് ഫകുൻ അമാനിയ മിൻ ശർറിൽ ഹയാതി വമിൻ ശർറിൽ മമാതി വമിൻ ഇഹ്റാഖി ജുസ്മാനി. ബഹുമാനപ്പെട്ട സുലൈമാനുൽ ജസൂലി തങ്ങൾ പറഞ്ഞു,
ഓ മഹബൂബായ നബിയേ ഫകുൻ അമാനിയ, അവിടുന്ന് എനിക്ക് അമാനാവണം. മിൻ ശർറിൽ ഹയാത്തി വ മിൻ ശർറിൽ മമാത്തി, എൻ്റെ ജീവിതത്തിൽ വരുന്ന ശർറിനെ തൊട്ടും എൻ്റെ മൗത്തിൽ വരുന്ന ശർറിനെ തൊട്ടും എൻ്റെ ശരീരത്തെ നരകത്തിലിട്ട് കത്തിക്കുന്നതിനെ തൊട്ടും നിർഭയമായി അവിടുന്ന് ആകണം നബിയേ എന്ന് മഹാനായ സുലൈമാനുൽ ജസൂലി തങ്ങൾ പറഞ്ഞു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കഴിഞ്ഞുപോയ സ്വാലിഹീങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ റസൂലിനെ മഹബത്ത് വെച്ചതുകൊണ്ട്, അള്ളാഹുവിന്റെ റസൂലിനോട് ഇഷ്ക് വെച്ചത് കൊണ്ട്, അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ഇഷ്കിന്റെ കസ്റത്ത് കൊണ്ട് ആണ് അവർക്ക് വലിയ സ്ഥാനം എത്തിയത്. ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദറല്ലാഹു സിർറഹു തങ്ങൾ പറഞ്ഞു, ഉലിത്തു ആശിഖാ വഇസ്തു ആശിഖാ വഅർജു അൻ നകൂന ആശിഖാ. ഞാൻ ആഷിഖ് എന്ന് പറയുന്ന അതിൻ്റെ അബുജദിന്റെ അക്കം കണക്കുള്ള കൊല്ലത്തിനാണ് പ്രസവിക്കപ്പെട്ടത്. ആഷിഖായിട്ടാണ് ഞാൻ പ്രസവിക്കപ്പെട്ടത്. അതുപോലെ വഇസ്തു ആഷിഖാ, റസൂലുള്ളാഹിന്റെ ആഷിഖായിട്ടാണ് ഞാൻ ജീവിച്ചത്. വഅർജു അൻ അമൂത ആഷിഖാ, റസൂലുള്ളാഹിനോടുള്ള ഇഷ്ക് വെച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ മുഹിബ്ബായി മരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് ഖുതുബുൽ അഖ്താബ് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അങ്ങനെ റസൂലുള്ളാഹിനെ മഹബത്ത് വെക്കാതെ ഒരൊറ്റ വ്യക്തിയും ഇവിടെ സലാമത്ത് കിട്ടിയിട്ടില്ല. ഒരാളും റസൂലുള്ളാഹിനോട് മഹബത്ത് വെച്ച് അവിടത്തോട് സംസാരിക്കാതെ അവിടത്തെ മുഖേനയല്ലാതെ ഒരു രക്ഷയും കിട്ടിയിട്ടില്ല. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത് നിങ്ങൾക്കറിയാമല്ലോ, യാ മാലികി കുൻ ഷാഫിഈ ഫീ ഫാഖത്തി. എനിക്ക് ശഫാഅത്ത് ചെയ്യണം എൻ്റെ ഉടമസ്ഥരായ നബിയേ, എൻ്റെ ഉടമസ്ഥരായ നബിയേ എന്നാണ് പറഞ്ഞത്. എന്നിട്ട് എനിക്ക് അബൂ ഹനീഫയാകുന്ന എനിക്ക് അള്ളാഹുവിൻ്റെ റസൂലല്ലാതെ വേറെ ആരുമില്ല, അവിടുന്ന് തങ്ങൾ എന്നെ രക്ഷപ്പെടുത്തണമെന്ന് മഹാനായ ഇമാമുൽ ആദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. ബഹുമാനപ്പെട്ട ഇമാം ബൂസിരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ കർമൽ ഖൽഖി മാലി മന്നലൂഹു ബി സിവാക ഇൻദ അള്ളാഹുവിന്റെ റസൂലേ, അവിടുന്നല്ലാതെ ഞങ്ങൾക്ക് വ്യാപകമായ ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് രക്ഷപ്പെടാനുള്ള മൽജായി വേറെ ആരുമില്ല എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബൂസരി പറഞ്ഞു, ഇമാം അബൂ ഹനീഫ പറഞ്ഞു, ഇമാം സുലൈമാനുൽ ജസൂലി തങ്ങൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട സവാദ് ഇബ്നു ഖാരിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. എല്ലാ സ്വഹാബികളും അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് റസൂലുള്ളാഹിനോടുള്ള മഹബത്ത് കൂടാതെ വെറും ബാഹ്യമായ അവരുകൊണ്ട് മുതഅല്ലിമീങ്ങളെ, സഹോദരന്മാരെ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തകരെ, നിങ്ങൾ മനസ്സിലാക്കണം, റസൂലുള്ളാഹിനോടുള്ള അതിയായ മഹബത്ത് കൊണ്ടല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും നമ്മളെ രക്ഷപ്പെടുത്തുന്നത് റസൂലുള്ളാഹിയാണ്. അല്ലാഹു തആല കൊടുത്ത അധികാരം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇൽമിലും നമ്മുടെ ഹയാത്തിലും നമ്മുടെ മൗത്തിലും നമ്മുടെ എല്ലാ ഘട്ടത്തിലും നമുക്ക് ബർക്കത്ത് ലഭിക്കാൻ റസൂലുള്ളാഹിന്റെ മഹബത്ത് നമുക്ക് അല്ലാഹു ഉപകരിപ്പിച്ചു തരുമാറാകട്ടെ. അർഹമുർ റഹീമായ മലിക്കുൽ മുലൂക്കായ റഹ്മാനായ റബ്ബേ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത് ഞങ്ങൾക്ക് ഏറ്റി തരണം റഹ്മാനേ. റസൂലുള്ളാഹിന്റെ മുഹിബ്ബീങ്ങളായ മുഴുവൻ സഹാബത്തിൻ്റെയും ഔലിയാവിൻ്റെയും സാലിഹീങ്ങളുടെയും പിന്നിൽ അണിനിരന്നുകൊണ്ട് അവരോടൊക്കെ മഹബത്ത് വെക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തണം റഹ്മാനേ. റസൂലുള്ളാഹിന്റെ മഹബത്ത് കൊണ്ട് ഞങ്ങളെ നീ സലാമത്താക്കണേ റഹ്മാനേ.
ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് സലാമത്ത് തരണം റഹ്മാനെ. ഞങ്ങൾക്ക് ഈമാനെ ഏറ്റിത്തരണം റഹ്മാനെ. ഞങ്ങൾക്ക് ഹിദായത്തിനെ ഏറ്റിത്തരണം റഹ്മാനെ. ഉഖ്റവിയായ മുതഅല്ലിമീങ്ങളിലും ആലിമീങ്ങളിലും അവരെ പ്രിയം വെക്കുന്നവരിലും ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. അർഹമുർ റഹീമേ, എല്ലാ ആഫത്ത് മുസീബത്തുകളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളെ നീ സലാമത്താക്കണം റഹ്മാനെ. അഅദാഇന്റെ ശർറിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. അവരെ കണിവലകളിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാനെ. റസൂലുള്ളാഹിന്റെ സുന്ദരമായ മുഖം കണ്ട് സന്തോഷിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണം റഹ്മാനെ. റസൂലുള്ളാഹിനോടുകൂടി ഞങ്ങളെ എല്ലാവരെയും നിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, ഭാര്യ, സന്താനങ്ങൾ, സഹോദര സഹോദരികൾ, ബന്ധപ്പെട്ട എല്ലാ